Okay, good morning students. നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിലായിട്ട് എന്തൊക്കെ കണ്ടു? നമ്മൾ മൊഡ്യൂൾ 1 ആണ് പഠിക്കുന്നത്. മൊഡ്യൂൾ 1 റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതിൽ നമ്മൾ ഏതൊക്കെ കണ്ടു? ഫോറസ്റ്റ് റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ്, മിനറൽ റിസോഴ്സസ് ആൻഡ് ഫുഡ് റിസോഴ്സസ്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നോക്കി. എല്ലാവരും ലെക്ചർ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ലാൻഡ് റിസോഴ്സസ് ആണ് കേട്ടോ. എനർജി റിസോഴ്സ് നമുക്ക് നോക്കാണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ലാൻഡ് റിസോഴ്സസിനെ കുറിച്ചാണ്. ഓക്കെ, ലാൻഡ് റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്താ? Landforms such as hills, valleys, plains, river basins and wetlands include different resources generating areas that the people living in them depend on. Okay, അതായത് ലാൻഡ് എന്താ? ലാൻഡ് എന്ന് വെച്ചാൽ ഹിൽസ് ആവാം, വാലീസ് ആവാം. ഹിൽ എന്ന് വെച്ചാൽ മലകൾ, വാലീസ് ആവാം താഴ്വരകൾ, പ്ലെയിൻസ് അതായത് സമതലമായിട്ടുള്ള പ്രദേശങ്ങളാവാം, അല്ലെങ്കിൽ റിവർ ബേസിൻസ് നദീതടങ്ങൾ, അതുപോലെ വെറ്റ്ലാൻഡ്സ്. ഇതൊക്കെയാണ് എന്താണ് ലാൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ഫോംസിൽ ലാൻഡ്സ് അവൈലബിൾ ആണ്. അവിടെയൊക്കെ താമസിക്കുന്ന പീപ്പിൾസ്, അവിടെയുള്ള ജനങ്ങൾ എന്താ അതിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സ് വെച്ചാണ് ജീവിക്കുന്നത്, അല്ലെ? ഓക്കെ, അപ്പോൾ അല്ല, വേറൊരു സെൻസിൽ നമുക്ക് എങ്ങനെ പറയാം? ലാൻഡ് റിസോഴ്സ് ക്യാൻ ആൾസോ മീൻ ദ ലാൻഡ് അവൈലബിൾ ഫോർ എക്സ്പ്ലോയിറ്റേഷൻ ലൈക്ക് നോൺ അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഫോർ ബിൽഡിങ്സ്, ഡെവലപ്പിംഗ് ടൗൺഷിപ്സ് എക്സെട്ര. അതായത് ഈ ലാൻഡ്സ് അഗ്രികൾച്ചറിന് മാത്രമല്ല, അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഹിൽസ് വാലീസിൽ അവിടെയൊക്കെ എന്താ മരങ്ങളും അങ്ങനത്തെ. അപ്പൊ അങ്ങനെ അത് മാത്രമല്ല, അതല്ലാതെ നോൺ അഗ്രികൾച്ചറൽ ആയിട്ട് നമുക്ക് ലാൻഡ്സ് യൂസ് ചെയ്യാം. എന്തിനൊക്കെ? ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ, ടൗൺഷിപ്സ് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ ഡിഫറെന്റ് യൂസ് ഉണ്ട് ലാൻഡിന്. ഇത് മാത്രമല്ല, നമ്മളിപ്പോ മിനറൽ റിസോഴ്സസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ചില ലാൻഡിൽ എന്താ മിനറൽസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ മൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആ ലാൻഡ് യൂസ് ചെയ്യും, അല്ലെ? മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ എവിടെയാ ഉള്ളത്? ശരിക്കും ലാൻഡിൽ. അപ്പൊ അതിനെയാണ് എന്താ ലാൻഡ് റിസോഴ്സസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ലാൻഡ് എന്താ റിന്യൂവബിൾ റിസോഴ്സ് ആണോ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണോ? അപ്പൊ നമ്മൾ ആലോചിച്ചാൽ അറിയാം. നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ലാൻഡിനെ നമുക്ക് എന്താവാം ഒരു റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയാം, അല്ലെ? എങ്ങനെ? ഇപ്പൊ ലാൻഡിലുള്ള എന്താണ് മരങ്ങളൊക്കെ ആണെങ്കിൽ ആ മരങ്ങളുടെ റൂട്ട്സ് നമ്മൾ പറഞ്ഞു സോയിൽ ഇറോഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഈ റൂട്ട്സ് സോയിലിനെയൊക്കെ എന്താ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ സോയിൽ ഇറോഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ അങ്ങനെയുള്ള ഫോറസ്റ്റ് ഒക്കെ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ ഫോറസ്റ്റ് നമ്മൾ ഡിപ്ലീറ്റ് ചെയ്ത് കഴിയുക, അല്ലെങ്കിൽ ഈ ഗ്രാസ് ലാൻഡ്സ് ഒക്കെ ഓവർ ഗ്രേസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആ ലാൻഡ് നശിച്ചു പോകും. ആ ലാൻഡ് അൺപ്രൊഡക്റ്റീവ് ആയിട്ട് മാറും. അവസാനം അത് വേസ്റ്റ് ലാൻഡ് ആയിട്ട് മാറും, അല്ലെ? അപ്പൊ നമ്മളത് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡിനെ നമുക്ക് ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആണ് എന്ന് പറയാം. അതുപോലെ ഇത് മാത്രമല്ല, ഇന്റൻസീവ് ഇറിഗേഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഈ ടേംസ് ഒക്കെ, അല്ലെ? ഇന്റൻസീവ് ഇറിഗേഷൻ ലീഡ്സ് ടു എന്താണ് വാട്ടർ ലോഗിങ്. നമ്മൾ കൂടുതലായിട്ട് ഇറിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ലോഗിങ് വരും. ആ വാട്ടർ ലോഗിങ് ഇൻടേൺ ലീഡ്സ് ടു എന്താ സലൈനൈസേഷൻ വരും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? സോ അങ്ങനെയൊക്കെ വരുമ്പോ എന്താ ക്രോപ്സ് ഒന്നും അവിടെ വളരില്ല. അങ്ങനെ അതെന്താ ആ മണ്ണിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. ഓക്കെ, അങ്ങനെ അത് അൺയൂസ് ആയിട്ട് മാറും. ആ ലാൻഡിന്റെ യൂസ് അങ്ങ് ഇല്ലാണ്ടാവും, അല്ലെ? അതുപോലെ എന്താ നമ്മൾ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളൊക്കെ അവിടെ ഡംപ് ചെയ്താൽ നമുക്കറിയാം. നമ്മളിപ്പോ വീട്ടിലുള്ള വേസ്റ്റ് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ രാത്രികളിൽ ആരും കാണാതെയൊക്കെ പോയി ഡംപ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെ? ഇപ്പൊ ആണെങ്കിൽ പിന്നെ എല്ലായിടത്തും CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താ അവിടെയൊക്കെ നമ്മൾ ഈ ലാൻഡ് എന്താ ഒരു വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സ്ഥലമായിട്ടും ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? സോ അങ്ങനത്തെ കേസിൽ, അതായത് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ വീട്ടിൽ നിന്നുള്ളത് കുഴപ്പമില്ല, പക്ഷെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ആയിരിക്കും. അത് നമ്മളെ ഹാം ചെയ്യണതായിരിക്കും. അവിടെ നമുക്ക് ന്യൂക്ലിയർ വേസ്റ്റുകൾ ഉണ്ടാവും, അതായത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ്. അതൊക്കെ ആയിട്ട് കോണ്ടാക്ട് വന്ന എന്താ പ്രശ്നം? അങ്ങനെയൊക്കെ ഉള്ള വേസ്റ്റുകൾ ലാൻഡിൽ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാൻഡ് എന്താവും വേസ്റ്റ് ലാൻഡ് ആയിട്ട് മാറും. അതിന്റെ യൂസ് ഒന്നും ഇല്ലാണ്ടാവും. അങ്ങനെ അതിനെ നമുക്കൊരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആയിട്ട് വേണമെങ്കിൽ മാറ്റാം. കാരണം അത് പിന്നെ നമുക്ക് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലാൻഡാണ്, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മളെ ലാൻഡ് റിസോഴ്സ് റിന്യൂവബിൾ ആവണമെങ്കിൽ എന്തായിരിക്കണം? കറക്റ്റ് യൂട്ടിലൈസേഷൻ നടക്കണം. കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ലാൻഡ് റിസോഴ്സസ് റിന്യൂവബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, യൂസസ് ഓഫ് ലാൻഡ് റിസോഴ്സസ്. ലാൻഡ് റിസോഴ്സസ് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്?
ലാൻഡ് പ്രൊവൈഡ് us ഫുഡ് വുഡ് മിനറൽസ് അല്ലെ. ലാൻഡിൽ നിന്നാണ് നമുക്ക് എന്താ അഗ്രികൾച്ചർ വഴി ഫുഡ് കിട്ടുന്നത്, ഫോറസ്റ്റിൽ നിന്നാണ് നമുക്ക് എന്താ ആവശ്യമുള്ള വുഡ് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ എന്താ ലാൻഡ് റിസോഴ്സ് ആണ്. മിനറൽസ് മൈനിങ് ചെയ്ത് മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതൊക്കെ ലാൻഡിൽ നിന്നാണ്. അപ്പൊ ലാൻഡ് എന്തൊക്കെ നമുക്ക് വരുന്നു, ഫുഡ് വുഡ് മിനറൽസ്. അതുപോലെ ലാൻഡ് നർച്ചേഴ്സ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ദാറ്റ് പ്രൊവൈഡ് അവർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. അതെ, അതായത് നമുക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാന്റ്സിനും അനിമൽസിനും ആവശ്യമുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ലാൻഡ് ആണ്. നമുക്ക് ആവശ്യമുള്ളത് കൂടാണ്ട് പ്ലാന്റ്സിനും അനിമൽസിനും ആവശ്യമുള്ള ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ലാൻഡ് ആണ്. ലാൻഡ് യൂസ്ഡ് ആസ് വാട്ടർഷെഡ് ഓർ റിസർവോയർ. റിസർവോയർ ആയിട്ടൊക്കെ എന്താ നമ്മൾ ലാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. റിസർവോയർ എന്താ നമ്മൾ പറഞ്ഞു, ഡാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി നിർത്താൻ അല്ലെ, റിസർവോയറിലാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതാണ് റിസർവോയർ. അപ്പൊ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാൻഡ് ആണ്. ലാൻഡ് ആക്ട് ആസ് എ ഡസ്റ്റ്ബിൻ ഫോർ വേസ്റ്റ് ക്രിയേറ്റഡ് ബൈ ദ മോഡേൺ സൊസൈറ്റി. അപ്പൊ എന്താണ്, നമ്മളെ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്ന എവിടെയാണ്, ലാൻഡിലാണ്. അതെ, വേസ്റ്റ് ലാൻഡിൽ. അപ്പൊ അതിനും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ലാൻഡ്. അതുപോലെ ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, ഇൻഡസ്ട്രീസ്. അപ്പൊ എന്താണ്, നമ്മള് ബിൽഡിങ്സിന്റെ കൺസ്ട്രക്ഷനും പുതിയ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്നു എല്ലാം എന്താ ലാൻഡിലാണ്. അപ്പൊ ലാൻഡിലാണ് നമ്മൾ എല്ലാം നമ്മളെ കൺസ്ട്രക്ഷൻ എല്ലാ സ്ട്രക്ചറിന്റെയും കൺസ്ട്രക്ഷൻ നടക്കുന്നതൊക്കെ ലാൻഡിലാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, ലാൻഡ് റിസോഴ്സസ് കൊണ്ടുള്ള യൂസസ്. പിന്നെ ലാൻഡിന് വരുന്ന ഒരു പ്രശ്നമാണ് എന്താ, ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ലാൻഡ് റിസോഴ്സസിന് വരുന്ന ഒരു പ്രോബ്ലം ആണ് എന്താ, ലാൻഡ് ഡീഗ്രഡേഷൻ. ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ഡിറ്ററേഷൻ ഓർ ലോസ് ഓഫ് ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ഫോർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അതായത് ലാൻഡിന്റെ അല്ലെങ്കിൽ സോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലാൻഡിന്റെ ടോപ്പ് മോസ്റ്റ് കവർ എന്നാണ്. ശരിക്കും സോയിലിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സർഫസ് ലെയർ ഓഫ് ദ ലാൻഡ്, അതിനെയാണ് നമ്മൾ സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സോയിലിന്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി നഷ്ടപ്പെടുക, അതിനെയാണ് എന്ത് നമ്മൾ പറയണേ, ലാൻഡ് ഡീഗ്രഡേഷൻ. കാരണം എന്താ, ഈ സോയിലാണ് എന്ത്, നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഗ്രോ ചെയ്യാൻ ആവശ്യമുള്ള ന്യൂട്രിയൻസും മിനറൽസും എല്ലാം ഉള്ളത് എന്താ, ഈ സോയിലാണ്. അപ്പൊ ആ സോയിൽ നിന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ, സോയിലിന്റെ ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ എന്താ, അതിന്റെ കപ്പാസിറ്റി, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി നശിച്ചു പോകും അല്ലെ, നഷ്ടപ്പെടും. അതിനെയാണ് എന്ത്, ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. ലാൻഡ് ഡീഗ്രേഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അതിന് എന്തൊക്കെയാ റീസൺ, അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എന്താ, ഓവർ ഗ്രേസിങ് കാരണം ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാവും. അതുപോലെ ഡീഫോറസ്റ്റേഷൻ കാരണം ഉണ്ടാവും അല്ലെ. എന്തൊക്കെയാണ് ലാൻഡ് ഡീഗ്രഡേഷന്റെ കാരണങ്ങൾ? ഡീഫോറസ്റ്റേഷൻ കാരണം എന്താ, ലാൻഡ് ഡീഗ്രേഡ് ചെയ്തു പോകും. എങ്ങനെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മരങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ സോയിൽ ഹോൾഡ് ചെയ്ത് നിർത്താൻ മരങ്ങളൊന്നുമില്ല. അപ്പൊ എന്ത് വരും, വിൻഡോ അല്ലെങ്കിൽ റെയിൻ വാട്ടറോ ഒക്കെ വരുമ്പോ എന്താ, സോയിൽ ഇറോഡ് ചെയ്തു പോകും. അങ്ങനെ ലാൻഡ് ഡീഗ്രഡേഷൻ സംഭവിക്കും. മൈനിങ്, മിനറൽ പ്രോസസ്സിങ്, ഇതൊക്കെ എന്താ, ഇതൊക്കെ ലാൻഡ് ഡീഗ്രഡേഷൻ കാരണമാണ്. ഓവർ ഗ്രേസിങ് നമ്മൾ പറഞ്ഞു, സോയിൽ എന്താ, ഓവർ ഗ്രേസിങ് സംഭവിക്കുമ്പോൾ സോയിൽ കോമ്പാക്റ്റ് ആയി പോകും. അങ്ങനെ കോമ്പാക്റ്റ് ആകുമ്പോൾ എന്താ, ക്രോപ്സിനൊന്നും ആവശ്യമുള്ള ഓക്സിജൻ ഒന്നും അതിന്റെ റൂട്ട്സിലേക്ക് എത്തില്ല അല്ലെ. അങ്ങനെ എന്താ, അതൊക്കെ നശിച്ചു പോകും. അങ്ങനെ ലാൻഡ് ഡീഗ്രഡേഷൻ സംഭവിക്കും. അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസൽ, ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ വേസ്റ്റുകളൊക്കെ ലാൻഡിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്താ, അപ്പോൾ ലാൻഡിന്റെ ഫെർട്ടിലിറ്റി കുറയും. അതൊക്കെ ഒരു വേസ്റ്റ് ലാൻഡ് ആയിട്ട് മാറും അല്ലെ. അതിന്റെ യൂസ് ഒന്നും ഇല്ലാണ്ടാവും. അങ്ങനെ ലാൻഡിന്റെ പ്രൊഡക്ടിവിറ്റി ഇല്ലാണ്ടാവും അല്ലെ, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ലോസ് ആവും. അപ്പൊ അങ്ങനെ ലാൻഡ് ഡീഗ്രഡേഷൻ സംഭവിക്കും. അർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഡീഫോറസ്റ്റേഷൻ ഒക്കെ നടത്തിയിട്ട് പുതിയ പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്ന് അങ്ങനെ അർബണൈസേഷൻ വരുമ്പോൾ അങ്ങനെ ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാവും. ഓവർ യൂട്ടിലൈസേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെ എന്താ, ഇതൊക്കെ ലാൻഡ് ഡീഗ്രഡേഷന്റെ കാരണങ്ങളാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മണ്ണൊലിപ്പ്. ഇതൊക്കെ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇതിപ്പോ ലാൻഡ് റിസോഴ്സസിന്റെ അണ്ടറിൽ സോയിൽ ആയത് കാരണം ലാൻഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അണ്ടറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീരിയസ് പ്രോബ്ലം ഫോർ പീപ്പിൾ ഹു വാണ്ട് ടു ഗ്രോ ക്രോപ്സ്. ഇഫ് ദ സോയിൽ ഹാസ് ഇറോഡഡ് ദ ക്രോപ്സ് വിൽ നോട്ട് ഗ്രോ വെരി വെൽ അല്ലെ. സോയിൽ ഇറോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതായത് മണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ്സ് ഒന്നും വളരില്ല അല്ലെ. എന്തുകൊണ്ടാ, മണ്ണിലാണ്, സോയിലാണ് അതിന് ഗ്രോ ചെയ്യാൻ ആവശ്യമുള്ള
ഫെർട്ടിലിറ്റി ഉള്ളത് മണ്ണിനാണ്. അതായത് അതിന് ഗ്രോ ചെയ്യാൻ ആവശ്യമുള്ള ന്യൂട്രിയൻസും മിനറൽസും എല്ലാം എന്താ സോയിലാണ് ഉള്ളത്. അപ്പോൾ സോയിൽ ഇറോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്രോപ്സ് വിൽ നോട്ട് ഗ്രോ വെരി വെൽ. ഓക്കെ. Erosion also leaves large holes in the earth which can weaken buildings and even cause them to collapse. അതെ, സോയിൽ ഇറോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ, അത് ഭൂമിയിൽ വലിയ ഹോൾസ് ഒക്കെ ഉണ്ടാക്കും. അതുപോലെ ആ മണ്ണിന്റെ ആ സ്ട്രെങ്ത് പോയി കഴിഞ്ഞാൽ ബിൽഡിങ്സ് ഒക്കെ ചിലപ്പോൾ കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. സോയിൽ ഇറോഷൻ ബൈ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ലോസ് ഓഫ് ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് എർത്ത് ഓർ ഡിസ്റ്റർബൻസ് ഓഫ് ദ സോയിൽ സ്ട്രക്ചർ ഈസ് കാൾഡ് സോയിൽ ഇറോഷൻ. അതായത് എർത്തിന്റെ നമ്മൾ പറഞ്ഞു ലാൻഡിന്റെ ടോപ്പ് മോസ്റ്റ് ലെയർ ആണ് സോയിൽ, അതിന്റെ ലോസ്, അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെയാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഓഫ് ദ സോയിൽ സ്ട്രക്ചർ ആണ് നമ്മൾ എന്താ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ സോയിൽ ഇറോഷൻ ഈസ് കോസ്ഡ് ബൈ, എങ്ങനെയാണ് സോയിൽ ഇറോഷൻ ഉണ്ടാവുന്നത്? മെയിൻ ആയിട്ട് മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെ കാരണം തന്നെയാണ് സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, നാച്ചുറൽ പ്രോസസ്സസും ഹ്യൂമൻ ആക്ടിവിറ്റീസും. അപ്പൊ നാച്ചുറൽ പ്രോസസ്സ് എന്തൊക്കെയാ? വാട്ടർ ഫ്ലോയിങ് ഡൗൺ ഹിൽ, അതായത് വെള്ളം ഇങ്ങനെ കുത്തനെ ഒലിച്ചു വരുമ്പോൾ അല്ലെ, അങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ എന്താ സോയിൽ ഇറോഡ് ചെയ്തു പോകും. അതുപോലെ വിൻഡ്, കാറ്റ് വീശുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ സോയിലൊക്കെ എന്താ ഇങ്ങനെ പാറിപ്പോവും അല്ലെ, അങ്ങനെ സോയിൽ ഇറോഡ് ചെയ്തു പോകും. പക്ഷെ ഇതിനൊക്കെ മെയിൻ കാരണം എന്താ? ഡീഫോറസ്റ്റേഷൻ അല്ലെ. സോയില് എന്താ മരങ്ങളൊന്നും ഇല്ലാത്തത് കാരണം സോയിലിനെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്താൻ ആരുമില്ല. സാധാരണ എന്താണ് ട്രീസ് ഒക്കെയാണ്, ട്രീസിന്റെ വേരുകൾ, റൂട്ടാണ് എന്താ സോയിലിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ നമ്മളെ ഡീഫോറസ്റ്റേഷൻ എന്താ, അത് നമ്മുടെ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്, നമ്മൾ മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു റീസൺ ആണ്. അപ്പൊ ഈ ഡീഫോറസ്റ്റേഷൻ കാരണം ഈ മരങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നു. അങ്ങനെ മരങ്ങൾ ഇല്ലാണ്ടാവുമ്പോ എന്താ, അപ്പോഴാണ് ഈ സോയില് വെള്ളവും അല്ലെങ്കിൽ വിൻഡൊക്കെ വരുമ്പോ സോയിൽ ഇറോഡ് ചെയ്ത് പോണേ അല്ലെ. പക്ഷെ അങ്ങനെ റീഫോറസ്റ്റേഷൻ ഇല്ലായിരുന്നെങ്കിലോ, ഫോറസ്റ്റ് ഏരിയ ആണെങ്കിലോ, അവിടെ വെള്ളം വന്നു അല്ലെങ്കിൽ വിൻഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് സോയിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ ഇറോഡ് ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല അല്ലെ. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള റീസൺ നമുക്ക് വാട്ടർ, വിൻഡ് എന്ന് പറയാം. പക്ഷെ മെയിൻ ആയിട്ട് എന്താ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ് എന്ത് സോയിൽ ഇറോഷന് കാരണം. എന്തൊക്കെയാ? ഓവർ ക്രോപ്പിംഗ്, ഓവർ ഗ്രേസിങ്, ഡിഫോറസ്റ്റേഷൻ, ഇതൊക്കെ എന്താ സോയിൽ ഇറോഷന്റെ റീസൺ ആണ്. ഇത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, സോയിൽ ഇറോഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അപ്പൊ എന്തൊക്കെയാണ് കാരണങ്ങൾ ആദ്യം എടുക്കുക, എന്നിട്ട് അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സോയിൽ നമുക്ക് എങ്ങനെ കൺസേർവ് ചെയ്യാം, അതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. സോയിൽ കൺസർവേഷൻ എന്തൊക്കെയാ? കോണ്ടൂർ ഫാമിങ്, ടെറേസ് ഫാമിങ്, നോട്ടിൽ ഫാമിങ്, അങ്ങനത്തെ ഫാമിംഗ് മെത്തേഡ്സ് ഒക്കെ കൊണ്ടുവരാം. ഇപ്പൊ ടെറേസ് ഫാമിംഗ് അല്ലെങ്കിൽ കോണ്ടൂർ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്കറിയാം, നമ്മൾ കോണ്ടൂർ ലൈൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ എലോങ് കോണ്ടൂർ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യും? പ്ലാന്റ് ചെയ്യും. അങ്ങനെയാകുമ്പോ എന്താ, റെയിൻ വാട്ടർ ഒക്കെ ഫ്ലോ ചെയ്ത് പോവാനുള്ള ആ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ എന്താ, അങ്ങനെ നമുക്ക് എന്താ ആ ഇറോഷൻ തടയാം. അല്ലെങ്കിൽ ടെറസ് ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട്, സെക്കൻഡ് ഫിഗർ കാണാനില്ലേ, സ്റ്റെപ്പ് ആയിട്ടുള്ള ഫാമിംഗ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താ, അതായത് ഹില്ലി ഏരിയാസിലൊക്കെയാണ് നമ്മൾ ഈ കോണ്ടൂർ ഫാമിങ്ങും ടെറസ് ഫാമിങ്ങും ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. നിങ്ങളിപ്പം ഇടുക്കി, വയനാട് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൺസ്ട്രക്ഷൻ ഒക്കെ. അപ്പൊ ഹില്ലി ഏരിയാസിലാണ് ശരിക്കും എന്താ സോയിൽ ഇറോഷൻ കൂടുതലായിട്ട് കാണുക. എന്തുകൊണ്ടാ? കാരണം ഇങ്ങനെ മലകളിൽ നിന്നൊക്കെ എന്താ ഇങ്ങനെ കുത്തനെ സ്ലോപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ സോയില്. അപ്പൊ എന്താ, വെള്ളമൊക്കെ വരുമ്പോ പെട്ടെന്ന് അതെല്ലാം ഒലിച്ചു പോകാനുള്ള, ഇറോഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ അല്ല, ഫാമിംഗ് മെത്തേഡ്സ് കൊണ്ടുവരാം. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ ഒരു പരിധി വരെ സോയിൽ ഇറോഷൻ തടയാൻ പറ്റും. അതുപോലെ പിന്നെ എന്താ ഓർഗാനിക് ഫാമിംഗ് ഒക്കെ, അതായത് നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഫാമിംഗ്. അതുപോലെ എന്താ പ്ലാന്റിംഗ് വെജിറ്റേഷൻ, കവർ ആൻഡ് ഫോറസ്റ്റ്. മെയിൻ ആയിട്ടുള്ള എന്താ ഫോറസ്റ്റേഷൻ, അതായത് ഡീഫോറസ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ് എഫോറസ്റ്റേഷൻ, അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പൊ പ്ലാന്റിംഗ് വെജിറ്റേഷൻ അതാണ് മെയിൻ ആയിട്ട് എന്താ സോയിൽ കൺസേർവ് ചെയ്യാൻ നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ വിൻഡ് ബ്രേക്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ മൂന്നാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയറിയാം,
വിൻഡ് ബ്രേക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മരങ്ങൾ തന്നെ നമ്മൾ വിൻഡ് വരാണ്ടിരിക്കാൻ വേണ്ടി വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇത് കണ്ടോ, അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡാണ് ആ ക്രോപ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ദേ ഇതാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ ക്രോപ്സ്. അപ്പൊ അതിലേക്ക് ആ ഒരു ഏരിയയിലേക്ക് വിൻഡ് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വലിയ വലിയ ട്രീസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വലിയ ട്രീസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താ, വിൻഡ് വരുമ്പോ അതൊരു ബ്രേക്ക് ആയിട്ട് ആ വിൻഡിനെ ഇവര് എന്ത് ചെയ്യും, ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ വിൻഡ് ഇങ്ങോട്ട് വരില്ല. അപ്പൊ അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാം. അതുപോലെ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് മാനേജ്മെന്റ് ടെക്നിക്സ് ഒക്കെ കൊണ്ടുവന്ന സോയിൽ കൺസർവേഷൻ. ഓക്കെ, അപ്പൊ അതാണ് സോയിൽ കൺസർവേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് സോയിൽ കൺസർവ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ആണ് ലാൻഡ് സ്ലൈഡ്സ്. ലാൻഡ് സ്ലൈഡ്സിന്റെ മലയാളം എന്താന്ന് വെച്ചാൽ ഉരുൾപൊട്ടൽ. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ, ഇപ്പൊ ഈ മൺസൂൺ ആയത് കാരണം, വെള്ളപ്പൊക്കം ആയത് കാരണം കുറെ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടി കുറെ ജീവൻ അപകടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പോ ന്യൂസിലൊക്കെ കേൾക്കാനുണ്ടല്ലേ. ഇതാണ് ലാൻഡ് സ്ലൈഡ്സ്. ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ്സ് ആർ ദ ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് എ സ്ലോപ്പ് composed of earth materials such as rock, soil or artificial fills. അതായത് എന്താണ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് എ സ്ലോപ്പ്, ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയ, അവിടെ നിന്ന് മണ്ണും അവിടെ എന്തൊക്കെ ഉണ്ടാവും, റോക്ക് ആയിരിക്കാം, പാറകളായിരിക്കാം, അല്ലെങ്കിൽ മണ്ണ് സോയിൽ ആയിരിക്കാം, അതുപോലെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ഫിൽസ്, അങ്ങനത്തെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കാം. അതെല്ലാം കൂടെ കുത്തിയൊലിച്ച് ഡൗൺവേർഡ് മൂവ്മെന്റ്, താഴത്തേക്ക് മൂവ് ചെയ്യണേന്. അതായത് ഈ എന്താ മഴവെള്ളമൊക്കെ വരുന്ന സമയത്ത് ഈ മലകൾ, ഹില്ലി ഏരിയാസിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ഹില്ലി ഏരിയാസിലൊക്കെ ഇങ്ങനത്തെ സോയിലിന്റെ അല്ലെങ്കിൽ റോക്ക്, അവിടെയുള്ള പാറകളും എല്ലാം പൊട്ടി കുത്തിയൊലിച്ച് താഴത്തേക്ക് വരിക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ റോക്ക് സ്ലൈഡ്, ഡബ്രി സ്ലൈഡ് അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഡിഫറെന്റ് നെയിംസ് ഉണ്ട് ലാൻഡ് സ്ലൈഡ്സിന്. എന്തൊക്കെയാ, റോക്ക് സ്ലൈഡ്, ഡെബ്രി സ്ലൈഡ്, സ്ലംബ്, എർത്ത് ഫ്ലോ ആൻഡ് സോയിൽ ക്രീപ്പ് എന്നൊക്കെ അതിന് പറയും. ഓക്കെ, അപ്പൊ അതാണ് ലാൻഡ് സ്ലൈഡ്സ്. ഇപ്പൊ എന്തൊക്കെയാണ് കോസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ്, എന്തുകൊണ്ടാണ് ഈ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവണത്? ഫസ്റ്റ് വേണം എന്താ, റിമൂവൽ ഓഫ് വെജിറ്റേഷൻ. നമുക്കറിയാം ഈ സ്ലോപ്പി ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഈ വെജിറ്റേഷൻ, അതായത് ചെടികളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ, സോയിൽ ഇറോഷൻ ഉണ്ടാവും. അതാണ് ഇൻ ടേൺ ലീഡ്സ് ടു ലാൻഡ് സ്ലൈഡ്സ് അല്ലെ. അവിടെ അതിനെ തടഞ്ഞു നിർത്താൻ വല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ, നമുക്ക് ഒരു പരിധി വരെ ഇത് തടയായിരുന്നു അല്ലെ. അപ്പൊ ഈ വെജിറ്റേഷൻ കവറൊക്കെ റിമൂവ് ചെയ്യുന്നത് കൊണ്ടാണ് എന്താണ്, ലാൻഡ് സ്ലൈഡ്സ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതുകൂടാണ്ട് അണ്ടർഗ്രൗണ്ട് മൈനിങ് സംഭവിക്കുമ്പോൾ എന്താ, നമ്മൾ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ട് മൈനിങ് ചെയ്യുമ്പോൾ എന്താ, ലാൻഡ് സബ്സിഡൻസ് ഉണ്ടാവും അല്ലെ. അതായത് ലാൻഡ് കൊളാപ്സ് ആവും, അങ്ങനെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവും. പിന്നെ ട്രാൻസ്പോർട്ട് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഡ്യൂ ടു മൂവ്മെന്റ് ഓഫ് ബസ്സസ് ആൻഡ് ട്രെയിൻസ്. അതായത് വെഹിക്കിൾസ് ഇതുപോലെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്ലോപ്പി റീജിയൻസ് കൂടെ മൂവ് ചെയ്യുമ്പോൾ എന്താ, ലാൻഡ് സ്ലൈഡ്സ് ട്രിഗർ ചെയ്യും അല്ലെ. അങ്ങനെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവും. പിന്നെ അഡീഷൻ ഓഫ് വെയിറ്റ്, അതെന്താ ഉദ്ദേശിക്കുന്നത്, അഡീഷൻ ഓഫ് എക്സ്ട്രാ വെയിറ്റ്, അതെന്താ ഉദ്ദേശിക്കുന്നത്, കൺസ്ട്രക്ഷൻ ഓൺ ദ സ്ലോപ്പ് ഏരിയാസ് ലീഡ്സ് ടു ലാൻഡ് സ്ലൈഡ്സ്. അതായത് എന്തെങ്കിലും എക്സ്ട്രാ കൺസ്ട്രക്ഷൻ, പുതിയ ബിൽഡിംഗ് ഒക്കെ വരുമ്പോ എന്താ, ആ ഒരു സ്ലോപ്പിൽ അഡീഷണൽ ആയിട്ട് ഒരു വെയിറ്റ് വരികയാണ്. അങ്ങനെ ഒരു അഡീഷണൽ വെയിറ്റ് വരുമ്പോ എന്താ, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവും അല്ലെ. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ലെവല്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അതും എന്താണ്, ലാൻഡ് സ്ലൈഡിന് കാരണമാണ്. പിന്നെ അതൊക്കെയാണ് ലാൻഡ് സ്ലൈഡ്സിന്റെ റീസൺസ്. ഇതൊക്കെ കാരണമാണ് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നത്. പിന്നെ ഹാംഫുൾ എഫക്റ്റ് ഓഫ് ലാൻഡ് സ്ലൈഡ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്? ലോസ് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. കുറേ ആളുകൾക്ക് അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ ആവാസം, അതിപ്പോ മനുഷ്യന്മാരുടെ കേസിലാണെങ്കിൽ നമ്മുടെ വീടുകളൊക്കെ നഷ്ടപ്പെടുന്നു. അല്ല, മൃഗങ്ങളുടെയൊക്കെ കേസിലാണെങ്കിൽ കുറെ മരങ്ങളൊക്കെ നശിച്ചു പോയി അവരുടെ ആവാസം അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് ആണ് അതൊക്കെ അല്ലെ. അപ്പൊ അതൊക്കെ നശിച്ചു പോകുന്നു. അങ്ങനെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, കുറെ ജീവജാലങ്ങൾ നഷ്ടപ്പെടും. അതൊക്കെ എന്താ, ലാൻഡ് സ്ലൈഡിന്റെ ഒരു എഫക്റ്റ് ആണ്. അതുപോലെ ലോസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്കണോമിക് ലോസ്. അത് മാത്രമല്ല, നമ്മുടെ ഓരോ സ്ട്രക്ചേഴ്സ് ഒക്കെ നശിക്കുമ്പോൾ എന്താ, എക്കണോമിക് ലോസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അതുപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ്. എന്താ, നമ്മളിപ്പം
കുറെ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടി മൊത്തം എല്ലാം ഒലിച്ചു പോയില്ലേ. അപ്പൊ ഈ കേബിൾ കണക്ഷൻസും എല്ലാം പോകുമ്പോ എന്താ അവിടെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങള്. പിന്നെ ഇറ്റ് ഇൻക്രീസസ് ടർബിഡിറ്റി ഓഫ് നിയർ ബൈ സ്ട്രീംസ്. അതായത് ഇങ്ങനെ പെട്ടെന്ന് എന്താ ഉരുൾപൊട്ടി വെള്ളം ഒലിച്ചു വരുമ്പോ എന്താ നിയർ ബൈ സ്ട്രീംസിലേക്കാണ് അത് അവസാനം എത്തുന്നത് അല്ലെ. അപ്പൊ അവിടുത്തെ ടർബിഡിറ്റി കൂടും അല്ലെ. ആ സ്ട്രീമിന്റെ ടർബിഡിറ്റി കൂടും. അത് ആ സ്ട്രീമിലുള്ള അക്വാട്ടിക് ലൈഫിനെ എഫക്ട് ചെയ്യും. സോ അത് അവർക്കൊരു ഹാംഫുൾ എഫക്റ്റ് ആണ് അല്ലെ. അതാണ് എന്താ കോസസും ഹാംഫുൾ എഫക്ട്സും. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡെസേർട്ടിഫിക്കേഷൻ. ഡെസേർട്ടിഫിക്കേഷൻ ആക്ച്വലി ഒരു ലാൻഡ് ഡിഗ്രഡേഷൻ തന്നെയാണ്. ലാൻഡ് ഡിഗ്രഡേഷന്റെ ഒരു ടൈപ്പ് ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. എന്താ ഡിസേർട്ട് ആയിട്ട് മാറുക അത്രേ ഉള്ളൂ. എന്താ നമ്മുടെ നല്ല ഫോറസ്റ്റോ അല്ലെങ്കിൽ നല്ല വെജിറ്റേറ്റീവ് കവറൊക്കെ ഉള്ള ഗ്രാസ് ലാൻഡ് ഒക്കെ ആയിരിക്കും. അത് ഫൈനലി എന്തെങ്കിലുമൊക്കെ റീസൺ കാരണം ഡിസേർട്ടായി മാറുക. അതിനുള്ള കാരണങ്ങൾ ആരാ? നമ്മൾ തന്നെയാണ്. നമ്മളെ മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് തന്നെയാണ് ഈ ഡിസേർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള മെയിൻ റീസൺ അല്ലെ. നമ്മൾ ലാൻഡ് ഡിഗ്രഡേഷനിലൊക്കെ പറഞ്ഞു. അത് തന്നെ സെയിം കാര്യം തന്നെയാണ്. എന്താണ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ഡിസ്ട്രക്ഷൻ ഓർ ഡിഗ്രഡേഷൻ ഓഫ് arid or semi arid land to desert. കൂടുതലായിട്ടും അത് ഇങ്ങനെ എന്താ അരിഡ് ആയിട്ടുള്ള റീജിയൻസ്, അതായത് വെറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളല്ല, കുറച്ച് വാട്ടർ സ്കേഴ്സ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളൊക്കെ ഉണ്ടാവും, അതായത് ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലങ്ങൾ. അങ്ങനത്തെ റീജിയൻസ് ആണ് കൂടുതലായിട്ട് എന്താ ഡെസേർട്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെസേർട്ടിഫിക്കേഷൻ. അതായത് ഇറ്റ് ലീഡ്സ് ടു കൺവേർഷൻ ഓഫ് റേഞ്ച് ലാൻഡ്സ് ഓർ ഇറിഗേറ്റഡ് ക്രോപ്പ് ലാൻഡ്സ് ടു ഡെസേർട്ട്. അതായത് ഇറിഗേറ്റഡ് ക്രോപ്പ് ലാൻഡ്സ് ഒക്കെ ആയിരിക്കും, അതായത് അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഒക്കെ ആയിരിക്കും, അത് എന്തായി ഡെസേർട്ട് ആയിട്ട് മാറും. അതിനെയാണ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. Desertification is characterized by devegetation, depletion of groundwater, salination and soil erosion. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡെസേർട്ടിഫിക്കേഷന്റെ? ഡീവെജിറ്റേഷൻ, എന്താണ് വെജിറ്റേഷൻ ഉണ്ടാവില്ല. ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടറിന്റെ ഡിപ്ലീഷൻ. സലൈനേഷൻ ഒക്കെ നമ്മൾ കുറെ തവണ ഡിസ്കസ് ചെയ്തു. പിന്നെ സോയിൽ ഇറോഷൻ. ഇതൊക്കെയാണ് എന്ത് ഡിസേർട്ടിഫിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ കോസസ് ഓഫ് ഡിസേർട്ടിഫിക്കേഷൻ. എന്തൊക്കെയാണ് ഡിസേർട്ടിഫിക്കേഷന്റെ കാരണങ്ങൾ? എന്ത് കാരണമാണ് ഡിസേർട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നത്? മെയിൻ റീസൺ എന്താ? ഡിഫോറസ്റ്റേഷൻ അല്ലെ. എന്താണ് നമ്മള് ഫോറസ്റ്റ് എല്ലാം വെട്ടി നശിപ്പിക്കുന്നു, അത് അവസാനം ആ ലാൻഡ് ഡിസേർട്ടായി മാറുന്നു. എന്തുകൊണ്ടാ? അവിടെ റെയിൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ഒന്നും ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഫോറസ്റ്റ് ഒന്നും ഇല്ല, ഐ മീൻ ട്രീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? അവിടെ വെള്ളം കിട്ടില്ല, അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ കാലങ്ങളോളം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അത് അവസാനം ഡെസേർട്ടായിട്ട് അല്ലെങ്കിൽ മരുഭൂമിയായിട്ട് മാറും. അത് ഒരു മെയിൻ റീസൺ ആണ്. പിന്നെ ഓവർ ഗ്രേസിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ കാറ്റിൽ പോപ്പുലേഷൻ, അതായത് കന്നുകാലികളൊക്കെ കൂടി വരുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഗ്രേസ് ചെയ്യണമെങ്കിൽ സ്ഥലം വേണം. അപ്പോൾ നമ്മള് ഗ്രാസ് ലാൻഡ്സ് ഒക്കെ ഓവർ ഗ്രേസിംഗ് സംഭവിക്കും അല്ലെ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ അത് ആ ലാൻഡ് ഒക്കെ ഡ്രൈ ആയിട്ട് മാറും. അങ്ങനെ അത് ഡെസേർട്ട് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വാട്ടർ മാനേജ്മെന്റ്, അതെന്താ? ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അതായത് ഗ്രൗണ്ട് വാട്ടർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ, അതിപ്പോ കൂടുതലായിട്ടും കോസ്റ്റൽ ഏരിയാസിലാണ്, അതായത് തീരപ്രദേശങ്ങളിൽ. അവിടെ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സലൈൻ വാട്ടർ ഒക്കെ ഈ അക്വിഫേഴ്സിലേക്ക് ഇൻട്രൂഷൻ നടക്കും. സലൈൻ വാട്ടേഴ്സിന്റെ ഇൻട്രൂഷൻ നടക്കും. അതായത് നമ്മളിപ്പോ ഗ്രൗണ്ട് വാട്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ വെള്ളം കുറയും അല്ലെ. അങ്ങനെ വെള്ളം കുറയുമ്പോൾ അടുത്തുള്ള കടലുകൾ, ഞാൻ പറഞ്ഞു തീരപ്രദേശങ്ങളിലാണ് ഇത് നടക്കുന്നതെന്ന്. അപ്പോൾ കടലുകളിൽ നിന്നൊക്കെയുള്ള വെള്ളം എന്ത് ചെയ്യും? ഈ ഗ്രൗണ്ട് വാട്ടറിനെ റീചാർജ് ചെയ്യും. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ എന്താവും? സലൈൻ വാട്ടർ ആയിട്ട് മാറും. അങ്ങനെ ഉപ്പുവെള്ളം നമുക്ക് ഇറിഗേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ എന്താ ഇറിഗേഷൻ പർപ്പസിനൊന്നും നമുക്ക് വെള്ളം ഇല്ലാണ്ടാവും. അങ്ങനെ വെള്ളം ഇല്ലാണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ലാൻഡ് ഒക്കെ ഡ്രൈ ആയിട്ട് മാറിയിട്ട് അങ്ങനെ ഡെസേർട്ട് ആയിട്ട് മാറും അല്ലെ. പിന്നെ മൈനിങ് ആൻഡ് ക്വാറിയിങ്. അതെന്താ? മൈനിങ് ഒക്കെ കാരണം അവിടുത്തെ വെജിറ്റേറ്റീവ് കവർ ഇല്ലാണ്ടാവാണ്. അവിടുത്തെ ക്രോപ്സും പ്ലാന്റ്സ് ഒക്കെ നശിച്ച് ആ ലാൻഡ് ഡീഗ്രേഡ് ചെയ്ത് പോയി ഡെസേർട്ട് ആയിട്ട് മാറും. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫെയിലിയർ ഓഫ് മൺസൂൺ. അതായത് മഴ ഇല്ലാണ്ടാവുമ്പോൾ വെള്ളം കിട്ടാത്ത അവസ്ഥ വരും. അങ്ങനെ ഡെസേർട്ടിഫിക്കേഷൻ സംഭവിക്കും. പിന്നെ പൊല്യൂഷൻ എന്താ? എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അതായത്
ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ഒക്കെ ഓവർ യൂസ് ചെയ്യുമ്പോൾ എന്താ ആ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ അവസാനം എന്ത് ചെയ്യും, വെള്ളത്തിലേക്കാണ് എത്തുന്നത് അല്ലെ, ടോക്സിക് ആയിട്ടുള്ള വാട്ടർ ആയിട്ട് മാറും. അത് നമ്മൾ ലാൻഡിൽ യൂസ് ചെയ്യുമ്പോൾ എന്താ ലാൻഡ് ഡീഗ്രഡേഷൻ സംഭവിക്കും, അങ്ങനെ ഡിസർട്ടിഫിക്കേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഡിസർട്ടിഫിക്കേഷന്റെ കാരണങ്ങൾ. ഇനി എങ്ങനെയാണ് ഡിസർട്ടിഫിക്കേഷൻ കൺട്രോൾ ചെയ്യേണ്ടത്, അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ കണ്ടു, ഇനി അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ മെയിൻ റീസൺ എന്താ നമ്മൾ പറഞ്ഞ ഡിഫോറസ്റ്റേഷൻ അല്ലെ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ് എന്തായിരിക്കും, അഫോറസ്റ്റേഷൻ, അതായത് ഫോറസ്റ്റ് വെച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ പ്ലാന്റിംഗ് ഓഫ് സോയിൽ ബൈൻഡിങ് ഗ്രാസസ്, അതായത് സോയിലിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രാസസ് ഒക്കെ വെച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമുക്ക് ഡിസർട്ടിഫിക്കേഷൻ കൺട്രോൾ ചെയ്യാം. അതുപോലെ ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് മിക്സഡ് ക്രോപ്പിംഗ് ഇംപ്രൂവ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ക്രോപ്പുകൾ മാറി മാറി യൂസ് ചെയ്യാം. സെയിം, അതായത് മോണോക്രോപ്പിങ്ങിന് പകരം ഡിഫറെന്റ് ക്രോപ്പുകൾ മാറി മാറി യൂസ് ചെയ്യുക, അതുപോലെ മിക്സഡ് ക്രോപ്സ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് ഡിസർട്ടിഫിക്കേഷൻ കൺട്രോൾ ചെയ്യാം. അതുപോലെ ഇറ്റ് ക്യാൻ ഓൾസോ ബി ചെക്ക് ബൈ ആർട്ടിഫിഷ്യൽ ബൺസ് ഓർ കവറിംഗ് ദ ഏരിയ വിത്ത് പ്രോപ്പർ വെജിറ്റേഷൻ. ഓക്കെ, നമുക്ക് ആർട്ടിഫിഷ്യൽ ബൺസ് ഒക്കെ ഉണ്ടാക്കാം. എന്തിന്, ആ ഒരു ഏരിയ നമുക്ക് പ്രോപ്പർ വെജിറ്റേഷൻ വെച്ചൊക്കെ കവർ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ ഡിസർട്ടിഫിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഷിഫ്റ്റിംഗ് ഓഫ് സാൻഡ് ക്യാൻ ബി കൺട്രോൾ ബൈ മൾച്ചിങ്. മൾച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഏരിയ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാന്നുള്ളതാണ്. സോഡസ്റ്റോ അങ്ങനെ എന്തെങ്കിലും, പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ സാൻഡിന്റെ ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ, അതായത് സോയിൽ ഇറോഡ് ചെയ്ത് പോണത്, അത് തടയാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കവറിങ് കൊടുക്കുക ആ ലാൻഡിന്, അതിനാണ് മൾച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്കത് കൺട്രോൾ ചെയ്യാം. അതുപോലെ സലൈനിറ്റി ക്യാൻ ബി ചെക്ക് ബൈ ഇംപ്രൂവ്ഡ് ഡ്രെയിനേജ്. നമ്മൾ പറഞ്ഞു സലൈനിറ്റി എന്താ, വാട്ടർ ലോഗിങ് കാരണം സലൈനിറ്റി ഉണ്ടാവും. ആ സലൈനിറ്റി വന്നു കഴിഞ്ഞാൽ ക്രോപ്സ് ഒക്കെ ഡിസ്ട്രോയ് ആയി പോവും. അങ്ങനെ ആ ലാൻഡ് വേസ്റ്റ് ലാൻഡ് ആയി മാറും, അല്ലെങ്കിൽ ഡിസേർട്ട് ആയിട്ട് മാറും. സോ സലൈനിറ്റി ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ്ഡ് ഡ്രെയിനേജ് കൊടുക്കണം. അതായത് ഫ്രഷ് വാട്ടർ വെച്ച് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാൾട്സ് ഒക്കെ റിമൂവ് ആയി പോകും. അങ്ങനെ സലൈനിറ്റി തടയണം. അങ്ങനെ വേണം നമ്മൾ എന്ത് ഡിസർട്ടിഫിക്കേഷൻ തടയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താ ലാൻഡ് റിസോഴ്സസിൽ നോക്കാനുള്ളത്. അപ്പൊ ലാൻഡ് റിസോഴ്സസിൽ നമ്മൾ എന്തൊക്കെ കണ്ടു, ലാൻഡ് റിസോഴ്സസ് എന്താന്ന് കണ്ടു, പിന്നെ അതിന്റെ യൂസസ് കണ്ടു, പിന്നെ ലാൻഡ് ഡീഗ്രഡേഷൻ. ആക്ച്വലി ലാൻഡ് ഡീഗ്രഡേഷന്റെ ഒരു ടൈപ്പ് ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ തന്നെയാണ് എന്താ ഡിസർട്ടിഫിക്കേഷൻ. അപ്പൊ ഡിസർട്ടിഫിക്കേഷനും അതിന്റെ കോസസും കൺട്രോളും നമ്മൾ കണ്ടു. പിന്നെ സോയിൽ ഇറോഷൻ കണ്ടു, അതിന്റെ കോസസ് ആൻഡ് സോയിൽ കൺസർവേഷൻ എന്താന്ന് കണ്ടു. പിന്നെ എന്താ ലാൻഡ് സ്ലൈഡ്സും അതിന്റെ കോസസ് എല്ലാം കണ്ടു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലാൻഡ് റിസോഴ്സസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ നോക്കാനുള്ളത് എനർജി റിസോഴ്സസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.